നമസ്കാരം. നേരം ഓൺലൈൻ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനീഷ് നമ്പൂതിരി, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം മേൽശാന്തിയാണ്. വരുന്ന 2026 മാർച്ച് 3 ഇപ്രാവശ്യത്തെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. 23-ാം തീയതി കാപ്പ് കെട്ടി തുടങ്ങുന്ന മഹോത്സവം മാർച്ച് 4-ാം തീയതി പര്യവസാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും നടക്കുന്ന അതിനേക്കാട്ടിലും വിപുലമായി ഗംഭീരമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഓടിയെത്തുന്ന ഭക്തർ അമ്മയ്ക്ക് സ്വന്തം കൈകളാൽ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന ഈ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായി കൃത്യമായും നടത്താൻ വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കണമെന്നും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പൊങ്കാല അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തർ ആചരിച്ചു പോരുന്ന രീതികളും പരിപാലിക്കപ്പെടേണ്ട കാര്യങ്ങളും അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. ക്ഷേത്രത്തിൽ പൊങ്കാല ദിവസം രാവിലെ കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി പൊങ്കാല സമർപ്പിക്കുന്ന ചടങ്ങാണ്. ക്ഷേത്രത്തിൽ നിന്നും അറിയിപ്പ് വരുന്നതിനനുസരിച്ച് പൊങ്കാല പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം ബാക്കിയുള്ള അടുപ്പുകളിലേക്കും അഗ്നി പകരുന്നതായിരിക്കും. പരമാവധി എല്ലാവരും നാമജപത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അമ്മയ്ക്ക് നിവേദിക്കാനുള്ള നിവേദ്യമാണ് എന്ന സങ്കല്പത്തോടുകൂടി ഭക്തി പുരസ്കരം ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കണം. മൺകലത്തിൽ തയ്യാറാക്കുന്ന പൊങ്കാല ക്ഷേത്രത്തിൻ്റെ ആദ്യ ഭണ്ഡാര അടുപ്പിലെ നിവേദ്യത്തിന് ശേഷം അതാത് സ്ഥലങ്ങളിൽ ഭക്തര് പൊങ്കാല ഇടുന്ന ഭാഗത്തേക്ക് ശാന്തിക്കാർ വന്ന് പൊങ്കാല നിവേദിക്കുന്നതായിരിക്കും. പൊങ്കാല തുടങ്ങുന്ന ദിവസം രാവിലെ ക്ഷേത്ര ശ്രീകോവിലിനകത്തു നിന്നും തന്ത്രി നെയ്വിളക്കിൽ നിന്നും കൊടിവിളക്കിലേക്ക് ദീപം പകർന്നതിന് ശേഷം മേശാന്തിയെ ഏൽപ്പിക്കും. മേശാന്തി അത് പോയി ചെറിയ തടപ്പുള്ളിയിൽ അടുപ്പിലേക്ക് അഗ്നി പകരുന്നതാണ്. അതിനുശേഷം പുറത്ത് നാലമ്പലത്തിൻ്റെ വാതിലിക്കൽ വന്ന് ആ കൊടിവിളക്ക് സഹമേശാന്തിമാർക്ക് കൈമാറും. അവരാണ് അത് ആ വിളക്കും കൊണ്ടാണ് പുറത്തു പോയിട്ട് വലിയ ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. അതിനുശേഷം അവിടെ നിന്നും ബാക്കിയുള്ള അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്നതാണ്. അതിനുശേഷം തയ്യാറാക്കപ്പെടുന്ന പൊങ്കാല നിവേദ്യം സ്വർണ്ണ ഉരുളിയിൽ ആദ്യം അത് അകത്ത് ഭഗവതിക്ക് നിവേദിക്കും. തുടർന്ന് അവിടെ അകത്തെ തീർത്ഥവുമായി സഹമേശാന്തി പുറത്തുള്ള ഭണ്ഡാര അടുപ്പുകളിലേക്ക് നിവേദ്യം നടത്തും. അതിനുശേഷം ക്ഷേത്രം നിയോഗിക്കുന്ന 100-ൽ പരം കീഴ്ശാന്തിമാർ ബാക്കി എല്ലാ ഭാഗത്തേക്കും പൊങ്കാല തളിക്കാനായി നിവേദിക്കാനായി എത്തുന്നതാണ്. ആ മുഹൂർത്ത സമയം ക്ഷേത്രം അതാത് സമയങ്ങളിൽ അറിയിപ്പിലൂടെ അറിയിക്കും. വിശ്വപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർ നാൾക്ക് നാൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് ആത്മസായുജ്യം, അനുഭവങ്ങൾ ഇതെല്ലാം വളരെ ഗുണകരമായ രീതിയിൽ കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ വരുന്നതും കൂടുതൽ ആളുകൾ ഈ പൊങ്കാല അർപ്പിക്കാനായിട്ട് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നതും. അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ആറ്റുകാൽ അമ്മയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല വർഷത്തിലൊരിക്കൽ മാത്രമേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ട് തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കിട്ടി ആത്മസായുജ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ പൊങ്കാല സമർപ്പിക്കുന്നത്. ഓരോ പൊങ്കാല കഴിയുമ്പോഴും അടുത്തൊരു വർഷത്തിനകം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നതായി പല അനുഭവസ്ഥരും വന്ന് പറയാറുണ്ട്. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ മുഴുവൻ അനുഗ്രഹവും പൊങ്കാല ഇടുന്നവർക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാ ഭക്തരും എത്തുന്നത്. പൊങ്കാല ദിവസം ക്ഷേത്ര ദർശനം നടത്തിയിട്ടാണ് സാധാരണ പൊങ്കാല ഇടുന്നത്.
ചില ആളുകൾ പൊങ്കാല തയ്യാറാക്കി വെച്ച് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയിട്ട് പോകാറുണ്ട്. എന്തായാലും ഉത്സവകാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും അമ്മയെ കാണുക എന്നുള്ളൊരു പ്രധാന കാര്യം തന്നെയാണ്. അവനവന് ഇച്ഛാശക്തി കഴിവനുസരിച്ച് ഇഷ്ടമുള്ള ഏതെങ്കിലും വഴിപാടുകളും കൂടി നടത്തി പ്രാർത്ഥിച്ചാൽ വളരെ ഉത്തമമായിരിക്കും. പൊങ്കാല ഇടാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും പറ്റുമെങ്കിൽ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ആ ദിവസം മുതൽ തന്നെ വ്രതം ആരംഭിക്കുകയാണ് പതിവ്. അത്രയും ദിവസം സാധിക്കാത്തവർ സാഹചര്യം അനുസരിച്ച് 7 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും അത് വ്രതമായിരിക്കണം. വ്രതമായിരിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം സസ്യാഹാരമായിരിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, 2 നേരം കുളിക്കുക എന്നീ കാര്യങ്ങൾ നിർബന്ധമാണ്. പരമാവധി ദേവിയുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. വ്രതത്തിൽ നാമം ജപിക്കുമ്പോൾ 10 മടങ്ങ് ശക്തിയാണ്. അതുകൊണ്ട് എല്ലാവരും നാമജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്രതമെടുക്കണം. അതായിരിക്കും പൊങ്കാലയിടുന്ന അതിൻ്റെ പൂർണ്ണ ഗുണം കിട്ടുന്നതിന് സഹായമാകുന്നത്. പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾ ശുദ്ധമായതും ശുഭ്രവസ്ത്രമാണെങ്കിൽ ഏറ്റവും നന്നായി. ശുദ്ധമായ നല്ല വൃത്തിയുള്ള വസ്ത്രധാരണത്തോടു കൂടി തന്നെ വേണം ക്ഷേത്രത്തിൽ വരാൻ. കാരണം അമ്മയ്ക്ക് നമ്മളെ നിവേദിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു പൂജാരിമാരായി മാറുന്ന ദിവസമാണന്ന്. അപ്പോൾ പരമാവധി ആ രീതിയിൽ തന്നെ എത്തി ഭക്തിയോടുകൂടി പൊങ്കാല സമർപ്പിക്കണം. പൊങ്കാല തുടങ്ങുന്ന ആ സ്ഥലത്ത് നമ്മൾ വെള്ളം തളിച്ച് ശുദ്ധിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം പുതിയ ഇഷ്ടിക ചുടുകട്ട വെച്ച് അടുപ്പ് കൂട്ടണം. അവിടെ ഒരു ഗണപതി തയ്യാറാക്കി വെക്കണം. ദേവചൈതന്യം അവിടത്തേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ അവിടത്തേക്ക് വരുമ്പോൾ അത്രയും ഭാഗം നമ്മൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. അതിനുശേഷം പുത്തൻ കലത്തിലാണ് ഉണക്കല്ലരി ഇട്ട് പൊങ്കാല ഇടുന്നത്. അതിന് ശർക്കര, പാല് ഏത് വേണമെങ്കിലും ആവാം. അത് കട്ടിപ്പായസമാണ് പ്രധാനമായിട്ടും പൊങ്കാലയായിട്ട് ഇടുന്നത്. അതിൽ ശർക്കര, നാളികേരം, ചുക്ക്, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, നെയ്യ് മുതലായ ഉണക്കമുന്തിരി, കൽക്കണ്ട് മുതലായ സാധനങ്ങളെല്ലാം കൂടി ചേർത്താണ് അത് തയ്യാറാക്കുന്നത്. പരമാവധി ഏറ്റവും വൃത്തിയുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുത്താൽ നല്ലതാണ്. അടുപ്പ് കത്തിക്കുമ്പോൾ ചൂട്ടും കൊതുമ്പും ഉപയോഗിച്ച് പുതിയ മൺകലത്തിൽ തന്നെ വേണം പൊങ്കാല സമർപ്പിക്കേണ്ടത്. ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്ന ഫലവൃക്ഷത്തിൻ്റെ വിറകാണ്. ചൂട്ടും കൊതുമ്പും കിട്ടാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ പ്ലാവറവും കൂടി ഉപയോഗിക്കാം. എന്നാലും ചൂട്ടും കൊതുമ്പും ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. അതുമാതിരി പൊങ്കാല തുടങ്ങിക്കഴിയുമ്പോൾ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് നമ്മൾ നാമം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ദേവീനാമങ്ങളാണ് ജപിക്കേണ്ടത്. ഇപ്പോൾ അരിയിടുന്ന സമയത്താണെങ്കിലും വിളക്കുന്ന സമയത്താണെങ്കിലും പൊങ്കാല തിളച്ച് പൊങ്ങുന്ന സമയമാണെങ്കിലും ഒക്കെ അവരവർക്ക് അറിയാവുന്ന തരത്തിലുള്ള ലളിതാ സഹസ്രനാമം, അഷ്ടോത്തരം, സർവമംഗളമംഗല്യ തുടങ്ങുന്നത്, അതേമാതിരി കാളി കാളി മഹാകാളി എന്ന് തുടങ്ങുന്നത്, ദേവി പ്രസീത പ്രസീത തുടങ്ങുന്ന അങ്ങനെ ദേവീ മന്ത്രങ്ങൾ ഏതൊക്കെയാണോ അത് നമ്മൾ ജപിച്ച് ആ ഒരു പൂർണ്ണമായിട്ടും ആ പൊങ്കാലയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ നാമജപം കൂടി ആ പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് ചെയ്താൽ വളരെ നന്നായിരിക്കും. പൊങ്കാല നടക്കുന്ന സമയത്ത് ദേവിക്ക് ഇഷ്ട നിവേദ്യമായ കടുമധുര പായസമാണ് അധികം പേരും സമർപ്പിക്കാറുള്ളത്. ആറ്റുകാലമ്മയുടെ ഐതിഹ്യമനുസരിച്ച് ദേവി ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുല്ലവീട്ടിൽ കാരണവർ നൽകിയതും കടുമധുര പായസമാണെന്നാണ് വിശ്വാസം. കടുമധുര പായസം ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. പൊങ്കാല സമർപ്പിക്കുമ്പോൾ
ദേവിയുടെ ഇഷ്ട വഴിപാടായ കടുമധുര പായസം നമ്മൾ പറഞ്ഞല്ലോ. അതേമാതിരി ബാക്കിയുള്ള ചില നിവേദ്യങ്ങളും കൂടി ഉണ്ട്. വെള്ള നിവേദ്യം, വെള്ളച്ചോറ് ഒരു പ്രധാന വഴിപാടാണ്. ഭക്തൻ്റെ മനസ്സ് മാതിരി തന്നെ എല്ലാം ശാന്തം സമാധാനം കിട്ടുന്നതിന് വേണ്ടി വെള്ള നിവേദ്യം സമർപ്പിക്കുന്നു. അതേമാതിരി ശിരോസംബന്ധമായ അസുഖങ്ങൾ അതൊക്കെ മാറുന്നതിന് വേണ്ടി ദേവിക്ക് മണ്ടപ്പുറ്റ് എന്ന് പറയുന്ന ആ പ്രസാദം സമർപ്പിക്കാറുണ്ട്. അതേമാതിരി ധനധാന്യ സമൃദ്ധിക്ക് തെരളി നിവേദ്യം, അഷ്ടൈശ്വര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കട്ടിപ്പായസം, അതേമാതിരി ധനധാന്യ സമൃദ്ധി തെരളിമാതിരി തന്നെ പാൽപ്പായസത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പ്രധാന പൊങ്കാലകൾ. പിന്നെ പൊങ്കാല സമർപ്പിക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് 101 കലത്തിൽ എങ്ങനെയാണ് പറ്റുക, 101 കലത്തിൽ നടത്തണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 101 കലം ഒരേ സമയം 101 എണ്ണം വെച്ച് അങ്ങോട്ട് നടത്തണമെന്നില്ല. 5 എണ്ണോ 10 എണ്ണോ വെച്ച് നമുക്കത് നടത്തിയെടുക്കാവുന്നതാണ്. അത് ഏതെങ്കിലും ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിന് മുമ്പ് ഭക്തർ പ്രാർത്ഥിക്കാറുണ്ട്. 101 കലം, 51 കലം, അല്ലെങ്കിൽ 10 കലം, 1000 കലം, അങ്ങനെയൊക്കെ ഓരോരുത്തർ പ്രാർത്ഥിച്ച് അവരുടെ കാര്യസാധ്യത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പോ ഈ വഴിപാട് നടത്താറുണ്ട്. അത്തരം നടത്തിയ അനുഭവസ്ഥർ ധാരാളം ആറ്റുകാലിൽ വരുന്നത് കാണാറുണ്ട്. വ്രതം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പൊങ്കാലയെല്ലാം സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് എത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തീർത്ഥം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ വ്രതം പര്യവസാനിപ്പിക്കാം. കടുമധുര പായസം ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. പ്രധാനമായിട്ടും ആ തീർത്ഥം സേവിക്കേണ്ട സമയത്ത് മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽ പൂജിതം മയാദേവി പരിപൂർണം തതസ്തുത എന്നുള്ള മന്ത്രത്തോടു കൂടി, അതല്ലെങ്കിൽ സർവമംഗളമംഗല്യെന്നായാലും കുഴപ്പമില്ല, ദേവിയോട് നമ്മുടെ ഭക്തിയിലോ മറ്റ് മന്ത്രത്തിലോ ഏതിലേലും കാര്യങ്ങൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് ദേവി അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്താൽ ആ വ്രതം പൂർണ്ണമാവും. അതുമാതിരി പൊങ്കാല ഇടുമ്പോൾ ഭക്തരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യത്തിനുള്ള അളവിൽ മാത്രം പൊങ്കാല ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ആ ഉണ്ടാക്കുന്ന പൊങ്കാല നമുക്കോ നമ്മളോടോ വേണ്ടപ്പെട്ടവർക്കോ അത് പ്രസാദമായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ വളരെ ഉത്തമം. അതല്ലാതെ ധാരാളം ഉണ്ടാക്കി അത് ഒരു വൃത്തിഹീനമായ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കളയുന്ന രീതിയിലൊന്നും ചെയ്യരുത്. പരമാവധി ഇത് ഭക്തർക്ക് എത്തിച്ചു കൊടുക്കുക, അവരെല്ലാവരും അത് ഉപയോഗിക്കുക. അതായിരിക്കണം പൊങ്കാല പ്രസാദം കൊണ്ട് ചെയ്യേണ്ടത്. ആറ്റുകാൽ പൊങ്കാല ദിവസമായ മാർച്ച് 3-ാം തീയതി നിരവധി ഭക്തർ ക്ഷേത്രാങ്കണത്തിലും തിരുവനന്തപുരത്തും എത്തുമെങ്കിലും പല ലക്ഷക്കണക്കിന് ഭക്തർ അതാത് സ്ഥലങ്ങളിൽ പൊങ്കാലയിടുന്ന് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗത്തും വളരെ വൃത്തിയുള്ള സ്ഥലം ആക്കി വെച്ചതിന് ശേഷം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ഒക്കെ ഭക്തർ പൊങ്കാലയിട്ട് ദേവിയെ നിവേദിക്കാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൊങ്കാല അഗ്നി പകരുന്ന സമയവും നിവേദിക്കുന്ന സമയവും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ സമയം തന്നെ ആയിരിക്കണം. ആറ്റുകാൽ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പൊങ്കാലയിട്ടാലും അത് അമ്മ സ്വീകരിക്കുന്നതാണ്. അതുമാതിരി പൊങ്കാല വ്രതം എടുക്കേണ്ടവരും പൊങ്കാല സമർപ്പിക്കേണ്ടവരും പുല വാലായ്മ മാസമുറ ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം ഇടാൻ. തുടക്കം മുതൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല വ്രതം തുടങ്ങാവൂ. അതുമാതിരി പൊല വാലായ്മ കാര്യങ്ങൾ അതാത് സമുദായ ആചാരം എങ്ങനെയാണോ 16 ദിവസം 12 ദിവസമൊക്കെ പൊലയും വാലായ്മ എടുക്കുന്നവരുണ്ട്. അത് എത്ര ദിവസമാണോ അതിന് ശേഷം മാത്രമേ ഈ വ്രതം തുടങ്ങാവൂ. പിന്നെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ, അതായത് ഗർഭിണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം ആണെങ്കിൽ പൊങ്കാലയിടാം. അതേമാതിരി പ്രസവം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരും 6 മാസത്തിന് ശേഷമേ പൊങ്കാലയിടാറുള്ളൂ.
മരിച്ചു കഴിഞ്ഞാൽ കൊല പാലിക്കേണ്ടവർ മാത്രം അത് പാലിച്ചാൽ മതി. അല്ലാതെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ള പേരിൽ അത് നടത്താതിരിക്കരുത്. പ്രാർത്ഥനയോടുകൂടി നടത്തണം. പൊങ്കാല സമർപ്പിക്കുമ്പോൾ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച മൺകലം എന്ത് ചെയ്യണമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ആ മൺകലം വീട്ടിൻ്റെ മുന്നിൽ തുളസി ചെടി വെക്കാനോ മുല്ലപ്പൂ വെക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മംഗളകരമായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതുമാതിരി അത് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. അടുത്ത പൊങ്കാലയ്ക്ക് പുതിയ കലത്തിൽ തന്നെ വേണം പൊങ്കാല ഇടാൻ. സന്താന സൗഭാഗ്യത്തിനായി രക്ഷകർത്താക്കൾ പ്രാർത്ഥന നടത്തി ആ സന്താന ഭാഗ്യം കിട്ടിയതിന് ശേഷം 14 വയസ്സിനുള്ള ആൺകുട്ടികളാണെങ്കിൽ കുത്തിയോട്ടവും 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ താലപ്പൊലി എടുക്കുന്ന വഴിപാടുമാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. ചില സാഹചര്യങ്ങൾ കൊണ്ട് കുത്തിയോട്ടത്തിന് നേർത്തുന്നതിന് ശേഷം ആ കുട്ടിക്ക് കുത്തിയോട്ടത്തിന് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രക്ഷകർത്താക്കൾ താല്പര്യമുള്ള അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്ക് വേണ്ടി എല്ലാ ചെലവും വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു പതിവും ക്ഷേത്രത്തിലുണ്ട്. ഈ പ്രാവശ്യത്തെ പൊങ്കാലയിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുത്ത് ദേവിയുടെ കൃപാകടാക്ഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പാത്രീഭൂതരമാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നേരം ഓൺലൈൻ ചാനലിൻ്റെ മുഴുവൻ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.